Hello friends and my dear students, welcome to another lecture of Study Mechanical with Passion. In this lecture we are going to discuss about, this is the second part of one of the simplest topic in engineering graphics, that is the second part of development of surfaces. നമ്മൾ ഓൾറെഡി പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. കാരണം ഈ പാർട്ട് 1-നകത്താണ് നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് ഡെവലപ്മെന്റ്, ഓരോ സോളിഡിന്റെയും, അത് കോൺ ആവട്ടെ, സിലിണ്ടർ ആവട്ടെ, പ്രിസം ആവട്ടെ, പിരമിഡ് ആവട്ടെ, വേരിയസ് പിരമിഡ്സ് ആവട്ടെ, നമ്മൾ അതിന്റെ എല്ലാം ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരിക, അതിന്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർട്ട് 1-നകത്താണ്. അതേപോലെ പാർട്ട് 1-നകത്ത് സാമ്പിൾ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. ഈ ഒരു സെക്ഷനകത്ത്, ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് സർഫേസസിലെ കൂടുതൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ദാറ്റ് ഈസ് എ കോൺ 50 mm base diameter and 70 mm axis is standing on its base on HP. It is cut by a section plane 45 degree inclined to HP through base end of end generator. Draw projections and development of surface of remaining solid. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യന് 2-3 പ്രാവശ്യം നമ്മൾ ഗ്രാഫിക്സിന്റെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ് സോളിഡ് എന്നുള്ളതാണ്. അപ്പോൾ സോളിഡ് കോൺ ആണ്. കോൺ ആകുമ്പോൾ ഒരു സോളിഡ് ഏതാണ് സോളിഡ് എന്നുള്ളതും ആ സോളിഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളെ മൈൻഡിൽ വരണം. അതായത് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ വരുന്നത് സർക്കിൾ ആണ്, മേലെ വരുന്നത് അപെക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റ് ആണ്. അതിന്റെ ഡയമീറ്ററും ആക്സിസിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP, സിമ്പിൾ ആയിട്ടാണ്. അതായത് HP-യിൽ ബേസ് വരുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആയിരിക്കും, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള പൊസിഷൻ ആണ്. പിന്നെ അടുത്ത സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ പ്ലെയിനിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഡെവലപ്മെന്റിലെ പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം ആ ബേസിൽ HP-യിൽ വരുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിളും അതേപോലെ ടോപ്പ് വ്യൂ സർക്കിളും ആണ് വരിക. അത് നമ്മൾ ആദ്യം വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് XY ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ആ ടോപ്പ് വ്യൂ സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഇനി നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ കോണിന്റെ കേസിലാവട്ടെ സിലിണ്ടറിന്റെ കേസിലാവട്ടെ നമുക്ക് അവിടെ ഒരു എഡ്ജസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പെന്റഗണൽ പിരമിഡ് ആണെങ്കിൽ അതിന്റെ ബേസിൽ 5 പോയിന്റ്സ് ഉണ്ടാവും, അല്ലെ? 5 സൈഡ്സ് ഉണ്ടാവും. അപ്പൊ 5 പോയിന്റ്സിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഗർ വരയ്ക്കുക, അത് പ്രൊജക്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ കോണിന്റെ കേസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യും. അതായത് ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പൊ കൂടുതലായിട്ടും ഏറ്റവും നല്ലത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. കാരണം നമ്മൾ എത്രയും കുറവായിട്ട് ഡിവൈഡ് ചെയ്യുന്നോ അത്രയും കുറവ് പോയിന്റ്സേ നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സ്മൂത്ത് കർവ് ആണ് കോണിന്റെയും സിലിണ്ടറിന്റെയും കേസിൽ വരിക. ഓക്കെ, അപ്പൊ അത് വരയ്ക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇനി കൂടുതൽ പോയിന്റ്സ് കൺസിഡർ ചെയ്താലോ നമുക്ക് ഒരുപാട് ടൈം, നമുക്ക് ഒരുപാട് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു ഇടയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ ഞാൻ നെയിം ചെയ്യുന്നു ABCDEFGH എന്ന് നെയിം ചെയ്യുന്നു, അപെക്സിനെ O എന്ന് നെയിം ചെയ്യുന്നു. അത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എനിക്ക് ആക്സിസ് ലെങ്ത്, ഇപ്പൊ ഇത് ഞാൻ വരച്ചിട്ടുള്ളത് എങ്ങനെയാണ്? സർക്കിളിന്റെ ഡയമീറ്റർ 50 mm ആണ്. അതേപോലെ ആ ആക്സിസിന്റെ ലെങ്ത് ആക്സിസിന്റെ ലെങ്ത് 70 mm ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെയിമിംഗ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് എങ്ങനെയാണ് നെയിമിംഗ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രോബ്ലത്തിനകത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP. അല്ലെ? HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. HP-ക്ക് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ 2 സെക്ഷൻ പ്ലെയിൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ പെർപെൻഡിക്കുലർ ടു HP അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു VP. ഓക്കെ, പെർപെൻഡിക്കുലർ ടു HP ആണെങ്കിൽ ടോപ്പ് വ്യൂവിലാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുക. പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിലാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുക. അപ്പൊ ഏത് ആയിട്ടാണോ സ്ട്രെയിറ്റ് ലൈൻ, ഏത് വ്യൂ ആണോ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുന്നത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പൊ ഇവിടെ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നല്ലേ പറഞ്ഞു. അപ്പൊ VP-ക്ക് ആയിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവുക. ഈ 2 കേസസ് സെക്ഷൻ പ്ലെയിൻ വരുള്ളൂ. അപ്പൊ VP-ക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിലാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുക. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുമ്പോൾ ഫ്രണ്ട് വ്യൂവിലല്ലേ നമ്മൾ എന്ത് മാർക്ക് ചെയ്യേണ്ടത്? സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി അല്ലേ? ആ HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ എവിടെയായിരിക്കും മാർക്ക് ചെയ്യുക? VP-യിൽ, ഫ്രണ്ട് വ്യൂവിന്റെ അവിടെയാണ് മാർക്ക് ചെയ്യുക. ഇനി അപ്പോൾ നമുക്കൊരു ലൈൻ ആണ് മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായി. ഫ്രണ്ട് വ്യൂവിന്റെ അവിടെ ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി
ത്രൂ ദി ബേസ് എൻഡ് ഓഫ് എൻഡ് ജനറേറ്റർ. അപ്പൊ ഇവിടെ ബേസ് എൻഡ് ഓഫ് എൻഡ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ബേസ് എൻഡ് ഓഫ് എൻഡ് ജനറേറ്റർ, ജനറേറ്റർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? എ ഡാഷ് ഒ ഡാഷ്, ബി ഡാഷ് ഒ ഡാഷ്, സി ഡാഷ് ഒ ഡാഷ്, അതേപോലെ അപ് ടു എച്ച് ഡാഷ് ഒ ഡാഷ് ഒക്കെ ജനറേറ്റർ ലൈൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിലെ ബേസ് എൻഡ് ഓഫ് എൻഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എ ഡാഷ് എടുക്കാം അല്ലെങ്കിൽ ഇ ഡാഷ് എടുക്കാം. ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ ഏതെടുക്കാണ്? ഞാൻ എ ഡാഷ് എടുക്കാണ്. അപ്പൊ എ ഡാഷിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഇതിന് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്. ക്ലിയർ? അപ്പൊ ഇത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷന്റെ ടോപ്പ് വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊജക്ട് ചെയ്താൽ മതി. അതായത് ഒ ഡാഷ് ഇ ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാ ഈ പോയിന്റ് ആണ്, ശരിയല്ലേ? ആ പോയിന്റ് ഞാൻ നേരെ ഒ ഡാഷ് ഇ ഡാഷ് ഈ ഒ ഇയിലോട്ട് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു. അതേപോലെ എല്ലാ പോയിന്റ്സും ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എ ഡാഷിൽ നിന്ന് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഈ ലൈൻ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പക്ഷെ ഈ സി ഡാഷ് ഒ ഡാഷിലും ജി ഡാഷ് ഒ ഡാഷിലും നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി ഓയിലും സി ഓയിലും നമുക്ക് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഒരേ ലൈനിലാണ് വരുന്നത്. ശരിയല്ലേ? അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യണം. ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കണേ. ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ ട്രൂ ലെങ്ത്തിലോട്ടായിരിക്കണം പ്രൊജക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എ ഡാഷ് ഒ ഡാഷ് ഉണ്ട്, ബി ഡാഷ് ഒ ഡാഷ് ഉണ്ട്, എച്ച് ഡാഷ് ഒ ഡാഷ് ഉണ്ട്. പക്ഷെ അതിൽ ട്രൂ ലെങ്ത് ഏതേ വരുള്ളൂ? എ ഡാഷ് ഒ ഡാഷും ഇ ഡാഷ് ഒ ഡാഷും മാത്രമേ ട്രൂ ലെങ്ത് വരുള്ളൂ. കാരണം എന്താണ്? അതിന്റെ ടോപ്പ് വ്യൂ ആണ്. കണ്ടോ? എ ഒയും ഒ ഇയും അല്ലേ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടുള്ളത്. അത് പാരലൽ ആയി കഴിഞ്ഞാലാണ് കറസ്പോണ്ടിങ് ആയിട്ട് മേലെ ഉള്ളത് ഫ്രണ്ട് ട്രൂ ലെങ്ത് ആവുള്ളൂ. എക്സ് വൈ ലൈന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ മാത്രമല്ല കേട്ടോ, നമ്മളവിടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഒരു വ്യൂ, ഇപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് വ്യൂ ഓഫ് എ ലൈൻ ഒരു പോയിന്റോ അല്ലെങ്കിൽ എക്സ് വൈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനോ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന ഫ്രണ്ട് വ്യൂവിൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഇവിടെ എ ഒ ആണ് ട്രൂ ലെങ്ത് എന്ന് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ എ ഒയിലോട്ട് എ ഡാഷ് ഒ ഡാഷിലോട്ട് ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ എ ഒയിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒ എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് അതങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ പോയിന്റ്സും ഇതേപോലെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സെക്ഷന്റെ ടോപ്പ് വ്യൂ. ക്ലിയർ അല്ലേ? അത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷന്റെ ടോപ്പ് വ്യൂ ആയി. ഇനി സാധാരണ നമ്മൾ പിരമിഡൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യലുണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൈന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, ഈ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഡാർക്ക് ആയിട്ട് വരക്കും. പക്ഷെ ഇവിടെ കോണിന്റെ കേസിൽ അങ്ങനെ വരയ്ക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു എഡ്ജ് അവിടെ ഇല്ല എന്നുള്ള മനസ്സിലാക്കുക. നമ്മൾ അവിടെ ജനറേറ്റേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലൈൻസ് ആണ്, ജനറേറ്റേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ സെക്ഷന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാം. അപ്പൊ ഡ്രോ ദി പ്രൊജക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഓഫ് റിമൈനിങ് സോളിഡ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻസ് നമ്മൾ വരച്ചല്ലോ. ഇനി ഡെവലപ്മെന്റ് ഓഫ് റിമൈനിങ് സർഫസ് ഓഫ് സോളിഡ്സ്, അതായത് നമ്മൾ റിമൈനിങ് സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സെക്ഷൻ ചെയ്തു, ഈ അപ്പർ പോർഷൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോപ്പ് വ്യൂ ആണ് നമ്മളിവിടെ താഴെ വരച്ചിട്ടുള്ളത്, സെക്ഷന്റെ ടോപ്പ് വ്യൂ. ഇനി ആ താഴെയുള്ള ഭാഗത്തിന്റെ റിമൈൻ ചെയ്യുന്ന സോളിഡിന്റെ ഡെവലപ്മെന്റ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഈ കോണിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ ആദ്യം വരയ്ക്കുക. കോണിന്റെ ഡെവലപ്മെന്റ് എന്താണ്? കോണിന്റെ ഡെവലപ്മെന്റ് എന്താണ്? ഒരു സെക്ടർ ഓഫ് സർക്കിൾ ആണ്. അപ്പൊ സെക്ടർ ഓഫ് സർക്കിൾ വരയ്ക്കാൻ രണ്ട് ഡയമെൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ സെക്ടറിന്റെ റേഡിയസ് അറിയണം, എത്ര ആംഗിളിൽ വരയ്ക്കണം എന്നുള്ളത്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ ഇൻറ്റു 360 ഡിഗ്രി ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ആർ ബേസ് സർക്കിൾ റേഡിയസ് ആണ്. ബേസ് സർക്കിൾ റേഡിയസ് എത്രയാ? 50 mm ആണ് ബേസ് ഡയമീറ്റർ. അവിടെ റേഡിയസ് 25. എൽ എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന എൽ ഏതാണ്? ഇതാണ് ഈ എ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ഇതാണ് ട്രൂ ലെങ്ത്, സ്ലാൻഡ് ഹൈറ്റിന്റെ ട്രൂ ലെങ്ത് വരിക. ബാക്കിയുള്ള ഈ ബി ഡാഷ് ഒ ഡാഷ്, സി ഡാഷ് ഒ ഡാഷ് ഇതൊന്നും ട്രൂ ലെങ്ത് അല്ല, കാരണം ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പൊ എ ഡാഷ് ഒ ഡാഷ് അല്ലെങ്കിൽ ഇ ഡാഷ് ഒ ഡാഷ് അതാണ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് മെഷർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ആ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 74.3 mm എന്ന് നമുക്ക് കിട്ടും. ആ വാല്യൂ തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ആർ ബൈ എൽ ഇൻറ്റു 360 ഡിഗ്രിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 121 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും.
ക്ലിയർ അല്ലേ? അപ്പൊ ഈ സർക്കിളിനെ നമ്മളൊരു സെക്ടർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, സർക്കിളിനെ ഒരു സെക്ടർ ആയിട്ട് വരയ്ക്കണം. അപ്പൊ സർക്കിളിന്റെ സെക്ടർ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ 121 ഡിഗ്രിയിലാണ് വരയ്ക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഇവിടെ സർക്കിളിനെ എത്രയാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 8 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആംഗിളിനെ ഞാൻ എന്ത് ചെയ്യാണ്, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 15.125 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഞാൻ ഈ സർക്കിളിന്റെ ഈ കോണിന്റെ ഡെവലപ്മെന്റ് ആദ്യം വരയ്ക്കാൻ പോവാണ്. ഈ വരയ്ക്കുമ്പോൾ ഇതേപോലൊരു സെക്ടർ ആണ് വരിക. ശ്രദ്ധിക്കുക, ഈ സെക്ടർ വരയ്ക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ റേഡിയസ് എത്രയാന്നുള്ളത്. ഈ റേഡിയസ് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന സ്ലാന്റ് ഹൈറ്റ് ആണ്. ക്ലിയർ? അത് നമ്മൾ എന്ത് ചെയ്താൽ വേണമെങ്കിൽ ഈ എ ഡാഷ് ഓ ഡാഷ് വരുന്ന കോമ്പസിൽ അങ്ങോട്ട് എടുത്താൽ മതി. ക്ലിയർ? പിന്നെ നമുക്ക് എന്തറിയണം, ഇവിടെ ഈ ആംഗിൾ അറിയണം. ആ ആംഗിൾ എന്ന് പറയുന്നത് 121 ഡിഗ്രിയാണ്, കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ആംഗിളിന് ഇവിടെ ഈ ബേസ് സർക്കിളിനെ നമ്മൾ എത്രനായിട്ടാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത്ര ആയിട്ട് തന്നെ ഇതിന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ആംഗിൾ 15.125 എന്ന് വരും. അങ്ങനെ ഞാൻ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണിത്. ഇനി ഇതിനെ നെയിം ചെയ്യാം. ഓക്കെ, ഇത് എ, ദെൻ ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് പോയിന്റ് വരെയുള്ള അവിടെ നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. ഇനി അവസാനത്തെ ഈ പോയിന്റ് എന്തായിരിക്കും, അത് എ തന്നെ ആയിരിക്കും. കാരണം ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റും ഈ എ എന്ന് പറയുന്ന പോയിന്റും ഒരൊറ്റ ലൈൻ ആയിട്ടാണ് വരിക, അല്ല ഒറ്റ പോയിന്റ് ആയിട്ടാണ് വരിക. ഈ ജനറേറ്റർ ലൈനും ഒറ്റൊരു ലൈൻ ആയിട്ടാണ് അത് ജോയിൻ ചെയ്യുമ്പോൾ വരിക. ക്ലിയർ? അതായത് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സോളിഡ് കിട്ടണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപെക്സ് എന്ന് പറയുന്ന പോയിന്റ്, ഒ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്മെന്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഡെവലപ്മെന്റ് ഷുഡ് ബി ഇൻ ട്രൂ ലെങ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡെവലപ്മെന്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്ത്തിലേ വരയ്ക്കാൻ പാടുള്ളൂ. ഡെവലപ്മെന്റിൽ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ലെങ്ത്തിലേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എ ഡാഷ് ഓ ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, സെക്ഷൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ, ഇത് ഓൾറെഡി ട്രൂ ലെങ്ത്തിൽ തന്നെയാണല്ലോ, അല്ലെ? അപ്പൊ ഞാൻ എല്ലാം അപെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപെക്സിൽ നിന്ന് ആ സെക്ഷൻ ചെയ്തിട്ടുള്ള പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഒ ഡാഷ് എ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ്. അത് ഞാൻ കോമ്പസിൽ എടുത്തിട്ട് ഈ ഒ എയിൽ മാർക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഇതല്ലേ എനിക്ക് കിട്ടുക, അല്ലെ? കാരണം ഈ ഒ ഡാഷ് എ ഡാഷ് എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ് ഇവിടെ ഈ ഒരു ലെങ്ത് ഉണ്ടാവുക. അപ്പൊ ആ ലെങ്ത് ഞാൻ ഓയിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഈ പോയിന്റും ലൊക്കേറ്റ് ചെയ്യാം, എയിൽ ഇവിടെ പോയിന്റിലും ലൊക്കേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ബി ഡാഷ് ഒ ഡാഷിലും എച്ച് ഡാഷ് ഒ ഡാഷിലും കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതാണ്. ക്ലിയർ അല്ലേ? പക്ഷെ ഇത് ട്രൂ ലെങ്ത്തിലല്ലല്ലോ, അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രൂ ലെങ്ത്തിൽ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. ട്രൂ ലെങ്ത്തിലോട്ട് പ്രൊജക്ട് ചെയ്യണം ഹൊറിസോണ്ടൽ ആയിട്ട്. ഇതേപോലെ കണ്ട, ഇവിടെ ഞാൻ ട്രൂ ലെങ്ത്തിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. കണ്ടോ, പ്രൊജക്ട് ചെയ്യുന്നു. കാരണം എ ഡാഷ് ഒ ഡാഷിൽ അതാണ് ട്രൂ ലെങ്ത്. ഓക്കെ, അതിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഇനി എനിക്ക് എ ഡാഷ് ഒ ഡാഷിലോട്ട് തന്നെ പ്രൊജക്ട് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഒ ഡാഷ് ഇ ഡാഷിലോട്ടും പ്രൊജക്ട് ചെയ്യാം, സെയിം ആ കിട്ടുക. അപ്പൊ ഇവിടെ എനിക്ക് കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഈ പോയിന്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒ ഡാഷിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അത് കോമ്പസിൽ നമ്മൾ എടുക്കുക. അത് ഏതിലൊക്കെ കട്ട് ചെയ്യുന്നതാണ്? ഒ ഡാഷ് ബി ഡാഷിലും ഒ ഡാഷ് എച്ച് ഡാഷിലുമാണ്. അപ്പൊ ആ പോയിന്റ് നമ്മളിവിടെ ഒ ബിയിലും ഒ എച്ചിലും ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്നു. എല്ലാം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഓയിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാം ഒരേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാം. ക്ലിയർ? ഇനി സി ഡാഷ് ഒ ഡാഷിലും ജി ഡാഷ് ഒ ഡാഷിലും കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണല്ലോ. ക്ലിയർ? അപ്പൊ അത് ട്രൂ ലെങ്ത് അല്ല, ഓൾറെഡി നമ്മളൊരു ട്രൂ ലെങ്ത്തിലോട്ട് പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ശരിയല്ലേ? അപ്പൊ ഈ പോയിന്റ് ഇവിടുത്തെ ഈ പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒ ഡാഷിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് നെയിമുള്ള ഒ സിയിലും ഒ ജിയിലും കട്ട് ചെയ്യുക. ക്ലിയർ? പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്തത് ഏതാണ്? ഡി ഡാഷ് ഒ ഡാഷിലും എഫ് ഡാഷ് ഒ ഡാഷിലും കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ട് ചെയ്യാം. ട്രൂ ലെങ്ത്തിലല്ല, അപ്പോൾ ഞാൻ ഇതേപോലെ പ്രൊജക്ട് ചെയ്യുന്നു. അതിന് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ എ ഡാഷ് ഒ ഡാഷിലോട്ട് തന്നെ പ്രൊജക്ട് ചെയ്യണമെന്നില്ല, ഒ ഡാഷ് ഇ ഡാഷിലോട്ട് പ്രൊജക്ട് ചെയ്താലും മതി. അങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഇതാണല്ലോ. ക്ലിയർ? അപ്പോൾ ആ പോയിന്റ് ഒ ഡാഷിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ കോമ്പസിൽ എടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഒ ഇയിലും ഒ എഫിലും മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ എല്ലാ പോയിന്റ്സിനും കിട്ടി. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ട്രൂ ലെങ്ത് ഡെവലപ്മെന്റ് ട്രൂ ലെങ്ത്തിലെ വരയ്ക്കാൻ പാടുള്ളൂ. ഡെവലപ്മെന്റിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോഴും അത് ട്രൂ ലെങ്ത്തിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ ഇത് എല്ലാ പോയിന്റ്സും കിട്ടി. അപ്പൊ കോൺ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും നമ്മൾ ഈ പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ സ്മൂത്ത് കേർവ് ആക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് മാർക്ക് ചെയ്യാണ്ടില്ലേ, ഈ ഒ ഡാഷ് ഇ ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. ഒ ഡാഷ് ഇ ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ വരിക. ക്ലിയർ? ആ പോയിന്റ് ഓൾറെഡി ട്രൂ ലെങ്ത്തിലാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒ ഡാഷ് ഇ ഡാഷിന്റെ ഈ ഡിസ്റ്റൻസ്
നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ എടുക്കാം, അത് OE മാർക്ക് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ ഓരോ ആദ്യം A' കട്ട് ചെയ്യുന്ന എടുത്തു. അപ്പോൾ അത് 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ OBയിലും OHയിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, പിന്നെ OCയിലും OGയിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, പിന്നെ ODയിലും OFയിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, അവസാനം OEയിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് സ്മൂത്ത് കർവ് ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കണം, ഇപ്പൊ ഈ വരച്ചിട്ടുള്ള ഡാർക്ക് ആക്കിയിട്ട്, അതേപോലെ ഈ സംഭവം ഡാർക്ക് ആക്കിയിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അതായത് ഇത് ബേസ് ആണ്, ആക്ച്വലി ആ ഭാഗം നമ്മൾ ബേസ് സർക്കിൾ ആയിട്ടാണ് വരിക എന്ന് മനസ്സിലാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡയമെൻഷൻസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഡയമെൻഷൻസ് ഇവിടെ ഞാൻ ഡയമെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഡയമീറ്റർ 50 mm ഡയമെൻഷൻ ചെയ്യണം, 70 mm ആക്സിസിന്റെ ലെങ്ത് ഡയമെൻഷൻ ചെയ്യണം, സെക്ഷൻ പ്ലെയിന്റെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് നെയിം ചെയ്യണം. ഓക്കെ, അതേപോലെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഈ ഒരു സെക്ടറിന്റെ റേഡിയസ് ഡയമെൻഷൻ ചെയ്യണം. അതേപോലെ ഇവിടെയുള്ള ഈ ആംഗിൾ 121 ഡിഗ്രി, അത് വേണമെങ്കിൽ തീറ്റ എന്ന് ഡയമെൻഷൻ ചെയ്താലും മതി. നമ്മളെ ആൻസറിൽ തീറ്റ എന്താന്നുള്ളത് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. എ സ്ക്വയർ പിരമിഡ്, ബേസ് 40 mm side and axis 65 mm long, has its base on HP and all the edges of the base equally inclined to VP. It is cut by a section plane perpendicular to the VP, inclined at 45 degree to HP and bisecting the axis. Draw its sectional top view and true shape of the section. Also draw its development. Question നന്നായിട്ട് വായിക്കാം. സോളിഡ് സ്ക്വയർ പിരമിഡ് ആണ്. ദാറ്റ് മീൻസ് ബേസിൽ 4 പോയിന്റ്സ് ഉണ്ടാവും, അപെക്സ് എന്ന് പറയുന്ന സിംഗിൾ പോയിന്റ് മേലെ ഉണ്ടാവും. ഓക്കെ, അതിന്റെ ബേസ് സൈഡ് തന്നിട്ടുണ്ട്, ആക്സിസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഹാസ് ഇറ്റ്സ് ബേസ് ഓൺ HP. ബേസ് HPയിലാണ്. ബേസ് HPയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി പക്ഷെ അത് ഒരു കണ്ടീഷനും കൂടി തന്നെ. അപ്പൊ സ്ക്വയർ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് വരയ്ക്കാം അല്ലെ? അപ്പൊ ആൻഡ് ഓൾ ദി എഡ്ജസ് ഓഫ് ദി ബേസ് ഈക്വലി ഇൻക്ലൈൻ ടു ദ VP എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാ ബേസ് എഡ്ജും ഈക്വലി ഇൻക്ലൈൻ ടു VP ആവണം എന്ന് പറയുമ്പോൾ VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ എവിടെയാ മാർക്ക് ചെയ്യുക? HPയിലാ മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ടോപ്പ് വ്യൂവിന്റെ അവിടെയാ മാർക്ക് ചെയ്യുക. അപ്പൊ എല്ലാ ഇൻക്ലിനേഷനും സെയിം ആവണം എന്ന് പറയുമ്പോൾ ഈ 45 ഡിഗ്രിയിലായിരിക്കണം എല്ലാ സൈഡും വരേണ്ടത് അല്ലേ? അപ്പൊ ഞാനൊരു 45 ഡിഗ്രി ഒരു ലൈന് വരച്ചിട്ട് അതിന്റെ മേലെ ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് വരയ്ക്കുകയാണ്. എന്നിട്ട് ബാക്കി അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഞാൻ വരയ്ക്കുകയാണ് സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയേ, അപ്പൊ എല്ലാ സൈഡും ഇപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സൈഡ്സും അല്ലെ, ഇപ്പൊ ഈ സൈഡ് ആവട്ടെ, ഈ സൈഡ് ആവട്ടെ, ഈ സൈഡ് ആവട്ടെ, ഈ സൈഡ് ആവട്ടെ, എല്ലാ സൈഡും എന്താണ്? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് XY ലൈൻ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഇത് നമ്മൾ ടോപ്പ് വ്യൂ ആണ്, HPയിലല്ലേ മാർക്ക് ചെയ്യുന്നത്. ഇൻക്ലിനേഷൻ വിത്ത് VP ആണ്. ഓക്കെ, അപ്പൊ ഇൻക്ലിനേഷൻ വിത്ത് VP ആവുമ്പോൾ അതിന്റെ എല്ലാ സൈഡും 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആണ്. ദാറ്റ് മീൻസ് ഈക്വലി ഇൻക്ലൈൻ ടു VP ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഇതിനെ നെയിം ചെയ്യാലോ. ഇനി ഇതിന്റെ പിരമിഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ അതിന്റെ ലാറ്ററൽ ആയിട്ടുള്ള എഡ്ജസ് നമ്മൾ വരയ്ക്കുകയാണ്. എന്നിട്ട് നെയിം ചെയ്യുന്നു ABCD ആൻഡ് അപെക്സ് O. ഇനി ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ എനിക്ക് കിട്ടും. നെയിമിങ് ശ്രദ്ധിക്കുക, ഇതേപോലെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സെക്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് സോളിഡ് മാത്രമേ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ലൈറ്റ് ആയിട്ട് നമ്മൾ ആദ്യം വരയ്ക്കാം. ക്ലിയർ? ഇനി അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ വായിച്ചു. അതേ സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു. ഇനി രണ്ടാമത്തെ സെന്റൻസിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. VPക്കാണ് പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവിലാണ് ലൈൻ ആയിട്ട് കാണുക. അപ്പൊ ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇൻക്ലൈൻഡ് ആറ്റ് 45 ഡിഗ്രി ടു HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ 45 ഡിഗ്രി, അത് നമ്മൾ എവിടെ മാർക്ക് ചെയ്യേണ്ടത്? VPയിലാണ്, ഫ്രണ്ട് വ്യൂവിന്റെ അവിടെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഫ്രണ്ട് വ്യൂവിന്റെ അവിടെ XY ലൈനിന് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ഒരു ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ട് തരണം. ദാറ്റ് ഈസ് ആൻഡ് ബൈസെക്ടിങ് ദ ആക്സിസ്. ദാറ്റ് മീൻസ് ആക്സിസിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്സിസിന്റെ മിഡ് പോയിന്റ് ഇതാണ് മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ള ലൈനാണ്. ഇതാണ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ സെക്ഷനിൽ ടോപ്പ് വ്യൂ വരക്കണല്ലോ, അത് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ പോരെ? ഇതാണ് സെക്ഷൻ പ്ലെയിൻ. അപ്പൊ A', O' കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ താഴെ ഞാൻ AOയിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഇവിടെ എനിക്ക് പോയിന്റ് കിട്ടി. ക്ലിയർ? ഇനി അതേപോലെ O', C'-ലും പോയിന്റ് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടും. ഇനി B', O', D', O', കറസ്പോണ്ടിങ് പോയിന്റ്സ് എനിക്ക് കിട്ടൂലല്ലോ, കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
അത് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് താഴോട്ട് പ്രൊജക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണം. പക്ഷെ അത് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യണം? ട്രൂ ലെങ്ത്തിലോട്ടേ പ്രൊജക്ട് ചെയ്യാൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ട്രൂ ലെങ്ത് ആണോ ഇവിടെ ഈ സൈഡിലുള്ള ഈ എ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണോ? ആണ്. കാരണം എന്താണ്? ഈ എ ഒ എന്ന് പറയുന്നത് XY ലൈനിന് പാരലൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ അത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നു, താഴോട്ട് പ്രൊജക്ട് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇവിടെ 2 പോയിന്റ്സ് ഇവിടെ കിട്ടും. അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പിരമിഡ് സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് ഷുഡ് ബി കണക്റ്റഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇനി ബാക്കിയുള്ള സോളിഡിന്റെ ബാക്കിയുള്ള ഭാഗം എനിക്ക് ഡാർക്ക് ആയിട്ട് വരിക. അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം നോക്കിയേ, കണ്ടോ? ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഭാഗം ആക്ച്വലി ഇപ്പൊ കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടുന്ന് ഈ ഭാഗമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കണം. ഇതേപോലെ കണ്ടോ? അപ്പൊ അതേപോലെ റിമൈനിങ് ലാറ്ററൽ എഡ്ജസിന്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കുക. അതേപോലെ ഫ്രണ്ട് വ്യൂയിലും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഞാൻ അതിനെ നെയിം ചെയ്യാണ് 1 2 3 and 4. ആ കട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സിനെ നെയിം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിന്റെ അവിടെ 1 ഡാഷ് 2 ഡാഷ് ബ്രാക്കറ്റിൽ 4 ഡാഷ് ആൻഡ് 3 ഡാഷ് എന്ന് നെയിം ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള സോളിഡ് ഞാൻ ഇതേപോലെ ഇവിടെ വരയ്ക്കുന്നു. റിമൈനിങ് സോളിഡ്സിന്റെ അപ്പോൾ എല്ലാ സോളിഡ്സും ആദ്യ സോളിഡ് വരയ്ക്കുമ്പോൾ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കാൻ നിൽക്കണ്ട, ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ മാത്രമേ നമ്മൾ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രൂ ഷേപ്പ് വരയ്ക്കണ്ടേ? ട്രൂ ഷേപ്പ് വരയ്ക്കണമെങ്കിൽ മെത്തേഡ് എന്താണ്? ഈ സെക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കാം. അത് എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ എല്ലാ പോയിന്റ്സും അങ്ങോട്ട് ആദ്യം ലൈൻസ് വരച്ചേക്കുക. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം കേട്ടോ, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ, ഇവിടെ XY ലൈനിൽ നിന്ന് ഇപ്പൊ ഈ 1 ഡാഷ് എന്ന് വരച്ചിട്ടുള്ള ലൈൻ ആണല്ലോ ഇത്, ശരിയല്ലേ? അപ്പൊ XY ലൈനിൽ നിന്ന് 1ലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ മാർക്ക് ചെയ്യുന്നു. ആ 1 ഡാഷിൽ നിന്ന് വരച്ചിട്ടുള്ള കണ്ടോ, ആ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയിന്റ് കിട്ടും. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് നെയിമിംഗ് വളരെ ക്ലിയർ ആവണം എന്നുള്ളതാണ്. അപ്പൊ 1 ഡാഷിൽ നിന്ന് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻ, സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിൽ നമ്മൾ ഏത് ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്? XY ലൈനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. XY ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യണം. ക്ലിയർ? അതേപോലെ അപ്പൊ അത് ഞാൻ 1 1 എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, അതേപോലെ 2 ഡാഷ് 4 ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻ ഇതാണ്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? XY ലൈനിൽ നിന്ന് 2ലോട്ടുള്ള ഡിസ്റ്റൻസും 4ലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ 4ലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു. 4ലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് കണ്ടോ, ഇതാണ് ആ 4ലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ എനിക്ക് അവിടെ കിട്ടുന്ന പോയിന്റ് എന്ത് ചെയ്യാം? 4 1 എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ 2 അവിടെ തന്നെയാണ് വരിക, ആ ലൈനിൽ തന്നെയാണ് വരിക. അപ്പൊ ഞാൻ 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടോ, ഇവിടെ ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതേപോലെ ഈ ഡിസ്റ്റൻസ് ആണ്, ആ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 2ലോട്ടുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് 2 1 എന്ന് കിട്ടും. ഇനി അതേപോലെ 3 ഡാഷിൽ നിന്ന് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരച്ചിട്ടുള്ള ലൈൻ ഇതാണ്. അത് 3ലോട്ട് വരച്ചിട്ടുള്ളതാ. 3ലോട്ട് XY ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ആ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നു. ആ 3 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്റെ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് XY ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ സെക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് എല്ലാ പോയിന്റ്സിനും ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ആ കറസ്പോണ്ടിങ് പോയിന്റ്സിലോട്ട് ടോപ്പ് വ്യൂവിൽ, ഇപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ അവിടെയാണ് നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇനി ടോപ്പ് വ്യൂവിന്റെ അവിടെയാണ് നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിന്റെ അവിടെയുള്ള അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ വരയ്ക്കണം. ഇനി ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ നിന്നാണ് ഈ കട്ടിങ് സെക്ഷൻ പ്ലെയിനിന്റെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്, ശരിയല്ലേ? ഇനി അവിടെ നിന്ന് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഈ സോൾഡിന്റെ ഉള്ളിൽ തന്നെയാണ് ഓരോ പോയിന്റ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് എടുക്കുന്നത് ഇപ്പൊ ഈ കട്ടിങ് സെക്ഷൻ പ്ലെയിന് പാരലൽ ആയിട്ട് ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇനി ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്റ്റൻസ് എടുത്താലും ഈ ലൈനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്റ്റൻസ് എടുത്താലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി അതെന്ത് ചെയ്യണം? നമുക്ക് സെക്ഷൻ ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യേണ്ട എങ്ങനെയാണ്? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഏതുമായിട്ട്? ഈ കട്ടിങ് സെക്ഷൻ പ്ലെയിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇവിടെ സെക്ഷൻ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് XY ലൈനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ക്ലിയർ? ഇനി ഇതിന്റെ ട്രൂ ഇപ്പൊ നമ്മൾ ഡ്രോയിഡ് സെക്ഷണൽ ടോപ്പ് വ്യൂ വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ നമ്മൾ വരച്ചു. ഇനി അടുത്ത എന്താണ്? ഓൾസോ ഡ്രോയിഡ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഡെവലപ്മെന്റ് വരയ്ക്കണം ഇനി അടുത്തത്. ഓക്കെ, ഡെവലപ്മെന്റ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് ശ്രദ്ധിക്കാം. എന്താണ് സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? 4 ട്രയാങ്കിൾ ആണ്, ശരിയല്ലേ? ആ 4 ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്താണ്? അതിന്റെ ലാറ്ററൽ എഡ്ജസിന്റെ ട്രൂ ലെങ്ത് ആണ്,
ശരിയല്ലേ? അപ്പൊ ഇവിടെയുള്ള ലാറ്ററൽ എഡ്ജസ് ഈ എ ഡാഷ് ഒ ഡാഷ്, സി ഡാഷ് ഒ ഡാഷ്, ബി ഡാഷ് ഒ ഡാഷ്, ഡി ഡാഷ് ഒ ഡാഷ്, അതിൽ ഏതാണ് ട്രൂ ലെങ്ത് വരുന്നത്? എ ഡാഷ് ഒ ഡാഷ് അല്ലേ ട്രൂ ലെങ്ത് വരുന്നത്. കാരണം എന്താ, എ ഒ എന്ന് പറയുന്നത് എക്സ് വൈ ലൈന് പാരലാണ്. അല്ലെങ്കിൽ ഒ ഡാഷ് സി ഡാഷും ട്രൂ ലെങ്ത് തന്നെയാണ്, കാരണം ഒ സി എന്ന് പറയുന്നത് എക്സ് വൈ ലൈന് പാരലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് വരയ്ക്കുന്നത്, ഞാൻ ഈ ലൈന് വരച്ചിട്ടുള്ളത് ഈ എ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. കാരണം അതാണ് ലാറ്ററൽ എഡ്ജസിന്റെ, അതായത് സൈഡിൽ വരുന്ന സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ? അപ്പൊ ഞാൻ അതിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്ന ഏത് ഡിസ്റ്റൻസിലാണ്? നമ്മൾ ബേസ് എഡ്ജിന്റെ ലെങ്ത്തിലാണ്. ക്ലിയർ? അപ്പൊ ബേസ് എഡ്ജിന്റെ ലെങ്ത്തിൽ ഇതാ എ ബി സി ഡി ആൻഡ് അവസാനത്ത് എ എന്ന് നെയിം ചെയ്യുക. എന്നിട്ട് ഇത് ഒ എന്ന് നെയിം ചെയ്യുക, അപ്പെക്സ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എല്ലാ പോയിന്റ്സിലോട്ടും ഇതേപോലെ നമ്മൾ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ്. അതായത് ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ള ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് ആണ്. അത് ഇവിടെ എ ഡാഷ് ഒ ഡാഷ് ആണ്. ക്ലിയർ? ഓക്കെ. പിന്നെ ഇതിവിടെ ഉള്ള ഈ എ ബി ബി സി ഈ ലെങ്ത് ഒക്കെ എന്താണ്? ബേസിലുള്ള എഡ്ജിന്റെ ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ വരച്ചിട്ടുള്ളൊന്നും വേണ്ടി ഞാൻ പറയാം. അതായത് ഈ ലെങ്ത് വരച്ചിട്ടുള്ളത് സ്ലാൻഡ് എഡ്ജിന്റെ ട്രൂ ലെങ്ത്തിലാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ബേസ് എഡ്ജ് കോമ്പസിൽ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അതെല്ലാം നെയിം ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ ഇപ്പൊ ഇവിടെ എ ഡാഷ് ഒ ഡാഷ്, ബി ഡാഷ് ഒ ഡാഷ്, ഡി ഡാഷ് ഒ ഡാഷ്, സി ഡാഷ് ഒ ഡാഷ്, ഇതിനൊക്കെ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ? ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒ ഡാഷ് എ ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ 1 ഡാഷ് അല്ലേ? അതെ. ഈ 1 ഡാഷിൽ കട്ട് ചെയ്യുന്ന, അപ്പൊ എന്ത് ചെയ്യണം, 1 ഡാഷ് നമ്മൾ ട്രൂ ലെങ്ത് തന്നെ എടുക്കണം ഇവിടെ. അപ്പൊ ഇവിടെ 1 ഡാഷ് കട്ട് ചെയ്യുന്ന ഓൾറെഡി ട്രൂ ലെങ്ത്തിൽ തന്നെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിതാ ഈ ഒ ഡാഷിൽ നിന്ന് 1 ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുന്നു. അത് ഞാൻ എവിടെ കട്ട് ചെയ്യണം? ഈ ഒ എയിൽ ഞാൻ ആ ഡിസ്റ്റൻസ് എടുക്കണം. കണ്ടോ? ഒ എയിൽ ഞാൻ ആ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ എനിക്ക് ഇവിടെ കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ അടുത്തത് 2 ഡാഷിനും ബി ഡാഷ് ഡി ഡാഷിനെയും ബി ഡാഷ് ഒ ഡാഷിനെയും ഡി ഡാഷ് ഒ ഡാഷിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഇതാണ്. പക്ഷെ ഇത് ട്രൂ ലെങ്ത്തിലാണോ? അല്ല. അപ്പൊ പക്ഷെ ട്രൂ ലെങ്ത്തിലാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എടുക്കാം. പക്ഷെ ഇവിടുത്തെ ട്രൂ ലെങ്ത്തിലല്ലല്ലോ. അപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഓൾറെഡി ഇവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് ആണ്, ഈ പോയിന്റിൽ നിന്ന് അപ്പെക്സിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കട്ടോ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് അത് എവിടെയൊക്കെ കട്ട് ചെയ്യണം? ഒ ബിയിലും കട്ട് ചെയ്യണം, ഒ ഡിയിലും കട്ട് ചെയ്യണം. കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഒ ഡാഷ് സി ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണല്ലോ, ഇതാണ്. ശരിയല്ലേ? ഇനി ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ട്രൂ ലെങ്ത്തിലാണല്ലോ ഓൾറെഡി കട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒ ഡാഷിൽ നിന്ന് 3 ഡാഷിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കാം. അത് ഒ സിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോയിന്റ്സ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യണം. ഇത് സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. കോണിന്റെ കേസിലും സിലിണ്ടറിന്റെ കേസിലും മാത്രമാണ് ബൈ സ്മൂത്ത് കർവ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള എല്ലാ സോൾഡറിലും നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള റിമൈനിങ് സോൾഡേഴ്സ് കണ്ടോ, ഇതേപോലെ ഡാർക്കൻ ചെയ്യണം. കണ്ടോ? അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം, ഇവിടെ ലാറ്ററൽ എഡ്ജസ് ഇത് അത്രയും ഉണ്ടായിരുന്നു, അതിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കി ഇത്രയും ഭാഗം ഉണ്ടാവും അല്ലെ? ആ ഇത്രയും ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്കൻ ചെയ്യണം. ആ ഡാർക്കൻ ചെയ്തിട്ടുള്ളതാണ് ഇതേപോലെ വരയ്ക്കേണ്ടത്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, സോളിഡിനകത്ത് നമ്മൾ കോണിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ലാറ്ററൽ എഡ്ജസ് ഈ ജനറേറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യൂല. പക്ഷെ ബാക്കിയുള്ള സോളിഡ്സിനകത്തെല്ലാം ചെയ്യുമ്പോൾ കോണിന്റെ കേസിലും സിലിണ്ടറിന്റെ കേസിലും ചെയ്യൂല. അതെല്ലാം ജനറേറ്റേഴ്സ് ആണ്, ഔട്ടർ ആയിട്ടുള്ള മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുള്ളൂ. പക്ഷെ ബാക്കിയുള്ള സോളിഡ്സിനകത്തെല്ലാം വരുമ്പോൾ ഏത് പ്രിസം ആവട്ടെ പിരമിഡ് ആവട്ടെ ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ശ്രദ്ധിക്കുക, എല്ലാം ട്രൂ ലെങ്ത്തിലാവണം. ബാക്കിയുള്ള ഒരു കൺഫ്യൂഷനും നമുക്കില്ല. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്ത്തിലേ വരയ്ക്കാൻ പാടുള്ളൂ. ഇനി ഡെവലപ്മെന്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ലെങ്ത്തിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. എ സ്ക്വയർ പിരമിഡ്, base 40 mm side and axis 65 mm long, has its base on HP with 2 edges of the base perpendicular to the VP. It is cut by a section plane
perpendicular to the VP, inclined at 45 degree to the HP and bisecting the axis. Draw its sectional top view and true shape of the section. Also draw its development. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 2, 3, 4 പ്രാവശ്യം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇവിടെ സോളിഡ് ഏതാ? സ്ക്വയർ പിരമിഡാ. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ താഴെ ബേസിൽ 4 പോയിന്റ്സ് വരും, അപെക്സ് എന്ന് പറയുന്ന സിംഗിൾ പോയിന്റ് മേലെ വരും. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണത്? ഹാസ് ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പിയിൽ ബേസ് വരുന്ന രീതിയിലാണ് റെസ്റ്റ് ചെയ്യണത്. ശരിയല്ലേ? എച്ച് പിയിൽ ബേസ് ആകുമ്പോൾ ടോപ്പ് വ്യൂ ഒരു സ്ക്വയർ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. സംശയമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി പക്ഷെ ആ സ്ക്വയർ വരയ്ക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത്. വിത്ത് 2 എഡ്ജസ് ഓഫ് ദി ബേസ് പെർപെൻഡിക്കുലർ ടു VP. അപ്പൊ അതിൽ 2 ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ട സ്ക്വയർ ഇങ്ങനെയാണ്. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ബേസ് എഡ്ജസ് ഇതേപോലെ ഞാൻ വരയ്ക്കുകയാണ്. സ്ലാൻഡ് എഡ്ജും ഇതേപോലെ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ സ്ക്വയർ വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ AD എന്ന് പറയുന്ന ബേസ് എഡ്ജും BC എന്ന് പറയുന്ന ബേസ് എഡ്ജും പെർപെൻഡിക്കുലർ ടു VP ആണ്. കാരണം ഇത് ടോപ്പ് വ്യൂ അല്ലേ? ടോപ്പ് വ്യൂ എന്ന് വരയ്ക്കുന്നത് HP-യിലാണ്. HP-യിൽ മാർക്ക് ചെയ്യുന്നത് VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ AD-യും BC-യും എന്ന് പറയുന്ന 2 എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അല്ല, ഈ സെയിം ഫിഗർ തന്നെയാണ് വിത്ത് 2 എഡ്ജസ് ഓഫ് ദി ബേസ് പാരലൽ ടു VP എന്ന് പറയുകയാണെങ്കിലും ഈ സെയിം ഫിഗർ തന്നെ വരിക. കാരണം അവിടെ AB-യും CD-യും അവിടെ XY ലൈന് പാരലൽ ആണ്. ദാറ്റ് മീൻസ് VP-ക്ക് പാരലൽ ആയിരിക്കും. പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പോ വിത്ത് 2 എഡ്ജസ് ഓഫ് ദി ബേസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നതിന് ഇതാണ് വരിക. കാരണം AD-യും BC-യും പെർപെൻഡിക്കുലർ ടു VP ആണ്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വിത്ത് 2 എഡ്ജസ് ഓഫ് ദി ബേസ് പാരലൽ ടു VP എന്നാണ് പറഞ്ഞതെങ്കിലും അതും ഇതന്നെ ഫിഗർ വരാം. അപ്പൊ അവിടെ AB-യും CD-യും ഉണ്ടാവും. അത് പാരലൽ ടു VP-യുമാണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് ഈക്വലി ഇൻക്ലൈൻഡ് ടു വിത്ത് ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു VP എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വരച്ച ഫിഗറിലെ പോലെ എന്ത് വരയ്ക്കണം? 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് എല്ലാ സൈഡ്സും നമ്മൾ വരയ്ക്കണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കണം. ആക്സിസിന്റെ ലെങ്ത് ഒക്കെ വരച്ചിട്ട് ഇതേപോലെ നമുക്ക് സോളിഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത സെന്റൻസിനകത്ത് പറയുന്നത് ഏതാണ്? സെക്ഷൻ പ്ലെയിനെ കുറിച്ച്. പെർപെൻഡിക്കുലർ ടു VP ആണ്. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവിലാണ് ഒരു ലൈൻ ആയിട്ട് കാണുക. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ബൈസെക്ടിങ് ദ ആക്സിസ് ആണ്. അപ്പൊ ആക്സിസിന്റെ മിഡ് പോയിന്റ് ഇതാണ്. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നു. ദെൻ കിട്ടുന്ന പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷന്റെ ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയിന്റ്സ് കിട്ടും. ഓക്കെ. അപ്പൊ 1, 2, 3 ആൻഡ് 4 പോയിന്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അത് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? 1 2 ആൻഡ് 3 ഈ പോയിന്റ് 4 ബ്രാക്കറ്റിൽ 1 ആയിരിക്കും. ഈ പോയിന്റ് 3 ബ്രാക്കറ്റിൽ 2 ആയിരിക്കും. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് സെക്ഷന്റെ സോളിഡ് ഇതിന്റെ ഷെയ്ഡ് ചെയ്യാം നമ്മൾ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കാം. അതേപോലെ മേലെയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഡാർക്ക് ആക്കിയിട്ട് വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വരയ്ക്കേണ്ടത് കണ്ടോ, ഇവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ഇവിടെ ഇത് ഒരു എഡ്ജ് അല്ല, ഇത് ആക്സിസ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അത് അവിടെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കരുത്. ഇനി നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കണ്ടേ? ട്രൂ ഷേപ്പ് വരയ്ക്കാൻ എന്താ ചെയ്യണ്ടേ? നമ്മളിതാ സെക്ഷന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് 1 ഡിസ്റ്റൻസ് ഈ 1 ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാം. അത് 1 വരച്ചിട്ടുള്ള ഈ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ എല്ലാ ഉണ്ടോ ഇതേപോലെ ഞാനിപ്പോൾ ആദ്യം മാർക്ക് ചെയ്തത് 2 ഡിസ്റ്റൻസ്, അവിടെ 2 മാർക്ക് ചെയ്തു. ഇനി 3 ഡിസ്റ്റൻസ് എടുത്തിട്ട് അവിടെ 3 മാർക്ക് ചെയ്തു. XY ലൈനിൽ 3 ഡിസ്റ്റൻസ്. ഇനി XY ലൈനിൽ നിന്ന് 1 ഡിസ്റ്റൻസ് എടുത്തു, ഇവിടെ 1 മാർക്ക് ചെയ്തു. ഇനി XY ലൈനിൽ നിന്ന് 4 ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോറി, ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇത് 2 അല്ല, ഇത് 4 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇതേപോലെ നമ്മളിത് കണക്ട് ചെയ്യുക. അത് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യേണ്ടത് സെക്ഷൻ പ്ലെയിനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. എന്താണെന്നറിയോ? ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് അല്ലേ നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡെവലപ്മെന്റ് ഷുഡ് ബി ഇൻ ട്രൂ ലെങ്ത്. ഡെവലപ്മെന്റ് ട്രൂ ലെങ്ത്തിലേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പൊ അത് ട്രൂ ലെങ്ത്തിൽ വരയ്ക്കണമെങ്കിൽ അത് ഏതിന്റെ ട്രൂ ലെങ്ത്തിലാണ് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത്? ഇപ്പൊ ഇവിടെ ഇത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത പോലെ 4 ട്രയാങ്കിൾസ് ആണ്. ആ ട്രയാങ്കിൾസിന്റെ ബേസിന്റെ എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ 40 mm സൈഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ സ്ലാൻഡ് ഹൈറ്റിന്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടണം. അതാണ് ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് വരുന്നത്. ശരിയല്ലേ? ഇവിടെ A' O' ഉണ്ട്,
ഡി ഡാഷ് ഒ ഡാഷ് ഉണ്ട്, ബി ഡാഷ് ഒ ഡാഷ് ഉണ്ട്, സി ഡാഷ് ഒ ഡാഷ് ഉണ്ട് ഫ്രണ്ട് വ്യൂല്. ഈ സ്ലാന്റ് ഹൈറ്റ് എല്ലാം ട്രൂ ലെങ്ത് ആണോ? ട്രൂ ലെങ്ത് ആണോ? അല്ല. കാരണം നോക്കിയേ, ഈ എ ഒ എന്ന് പറയുന്നതും ബി ഒ എന്ന് പറയുന്നതും സി ഒ എന്ന് പറയുന്നതും ഡി ഒ എന്ന് പറയുന്നതും ഒക്കെ എക്സ് വൈ ലൈനിന് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആവില്ല. ഇനി ട്രൂ ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും? എ ഒയോ ബി ഒയോ സി ഒയോ ഡി ഒയോ ഏതെങ്കിലും എക്സ് വൈ ലൈനിന് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേപോലെ ഞാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ എക്സ് വൈ ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇല്ലല്ലോ, അപ്പൊ അതിനെന്ത് ചെയ്യുക, എക്സ് വൈ ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം ഓയിൽ നിന്ന് ഇതേപോലെ എക്സ് വൈ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓയിൽ കോമ്പസ് വെച്ചിട്ട് പെൻസിലിന്റെ ഭാഗം സിയിൽ വെച്ചിട്ട് ഇത് ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഒ സി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണു. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ ഒ സിയുടെ ട്രൂ ലെങ്ത് എനിക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇതാണ് ഒ സിയുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിപ്പോ എക്സ് വൈ ലൈന് പാരലലാണ്. അത് നമ്മൾ നേരെ മേലോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വരച്ചിട്ടുള്ള ഇതായിരിക്കും ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ആ ട്രൂ ലെങ്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെവലപ്മെന്റ് വരയ്ക്കേണ്ടത്. ഞാൻ ഡെവലപ്മെന്റ് ഈ ഒ ഇത് വരച്ചിട്ടുള്ളത് ട്രൂ ലെങ്തിലാണ്. ആ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ട്രൂ ലെങ്തിലാണ്. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം, നേരത്തെ വരച്ചിട്ടുള്ളത് പോലെ നമ്മളൊരു കർവ് വരയ്ക്കാം. എന്നിട്ട് ബേസ് എഡ്ജിന്റെ ലെങ്ത് 40 mm. ആ ബേസ് എഡ്ജിന്റെ 40 mm നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക. എത്രണ്ണം കട്ട് ചെയ്യണം? 4 എണ്ണം കട്ട് ചെയ്യണം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുക. എ ബി സി ഡി ആൻഡ് ഫൈനലി എ. എന്നിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുക. ഇതാണ് ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സ്ക്വയർ പിരമിഡിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ ചെയ്തതിന്റെ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? സെക്ഷൻ ചെയ്തതിന്റെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ട്രൂ ലെങ്തിലാണ്. ഇപ്പൊ ഇനി എന്ത് ചെയ്യാ, ഈ 1 2 3 4 പോയിന്റ്സ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്യണം. പക്ഷെ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റും ട്രൂ ലെങ്തിലാണോ ഇവിടെ കട്ട് ചെയ്യണത്? അല്ലല്ലോ. ട്രൂ ലെങ്തിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ട്രൂ ലെങ്ത് ഇവിടെ ഏതാ? ഈ സൈഡിലുള്ളതാണ് ട്രൂ ലെങ്ത്. അപ്പൊ അതിലോട്ട് നമ്മൾ ഇതേപോലെ പ്രൊജക്ട് ചെയ്യണം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ട് ചെയ്യണം. ക്ലിയർ? നല്ലോണം ശ്രദ്ധിക്കട്ടോ. 4 ഡാഷ് 1 ഡാഷ് 1 ഡാഷിൽ നിന്നും 4 ഡാഷിൽ നിന്നും ട്രൂ ലെങ്തിലോട്ട് ഇതേപോലെ പ്രൊജക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ 1 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡിസ്റ്റൻസ് എടുക്കുന്ന ഈ ഒ ഡാഷിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. ക്ലിയർ? അതെനിക്ക് ഏതിലൊക്കെ കട്ട് ചെയ്യണം? അത് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ ഇവിടെ ഏതിനൊക്കെ കട്ട് ചെയ്യുന്ന പോയിന്റ്? അത് ഒ ഡാഷ് എ ഡാഷിനെയും ഒ ഡാഷ് ഡി ഡാഷിനെയും. അപ്പൊ ഞാൻ ഈ ഒ എയിലും കണ്ടോ, ഒ എയിലും എടുക്കുന്നു, ഒ ഡിയിലും എടുക്കുന്നു. ക്ലിയർ? പോയിന്റ്സ് എനിക്ക് മാർക്ക് ചെയ്യാം. ഇനി അതേപോലെ 3 ഡാഷ് 2 ഡാഷിന് കട്ട് ചെയ്യുന്ന പോയിന്റ് അതിങ്ങനെ ട്രൂ ലെങ്തിലോട്ട് നമ്മൾ ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യണം. എന്നിട്ട് ഏത് ഡിസ്റ്റൻസ് എടുക്കണം? ഈ ഡിസ്റ്റൻസ് എടുക്കണം. ഈ ഡിസ്റ്റൻസ്. ക്ലിയർ? ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കണം. അത് ഏതിലൊക്കെ കട്ട് ചെയ്യണം? ഒ സിയിലും ഒ ബിയിലും. നെയിമിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല മക്കളെ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒ സിയിലും ഒയിലും ഒ ബിയിലും ഒ സിയിലും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ കണക്ട് ചെയ്യുക. ദെൻ റിമൈനിങ് സോളിഡ്സിനെ ഇതേപോലെ ഡാർക്കൺ ചെയ്യുക. ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഡെവലപ്മെന്റ് ആയി. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡയമെൻഷൻ ചെയ്തിട്ടില്ല, ഡയമെൻഷൻ ചെയ്യണം. 40 mm ബേസ് ആയിട്ട് ഡയമെൻഷൻ ചെയ്യണം. 65 mm ഡയമെൻഷൻ ചെയ്യണം. then 45 ഡിഗ്രി സെക്ഷൻ പ്ലെയിനിന്റെ ഡയമെൻഷൻ ചെയ്യണം. ഇനി അതേപോലെ സെക്ഷൻ പ്ലെയിനിന്റെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ബൈസെക്ട് ചെയ്യാനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? 65ന്റെ പകുതി 32.5 എന്ന് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യണം. ഓക്കെ, അതായത് പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം കുട്ടി കറക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട ഡെവലപ്മെന്റ് ഡയമെൻഷൻ ചെയ്യണം. ഡെവലപ്മെന്റ് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ലെങ്ത് കറക്റ്റ് ആയിട്ട് ഡയമെൻഷൻ ചെയ്യണം. ക്ലിയർ അല്ലേ? അതേപോലെ ഈ ബേസ് എഡ്ജിന്റെ ലെങ്ത്തും കറക്റ്റ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒന്നിൻ്റെ 40 mm ആണെന്നുള്ളതും ഡയമെൻഷൻ ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതാണ് ട്രൂ ലെങ്ത്. ഈ ട്രൂ ലെങ്ത്തിലാണ് ഈ ഒരു വരച്ചത് എന്നുള്ളത് നിങ്ങൾ ആൻസറിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനും അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സിന്റെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ ഓൾറെഡി ട്രൂ ഷേപ്പ് വരയ്ക്കുന്ന സെക്ഷനകത്തുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ട്രൂ ഷേപ്പ് വരയ്ക്കുന്ന കൺസെപ്റ്റ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. ഡെവലപ്മെന്റിനകത്ത് ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഡെവലപ്മെന്റ് വരയ്ക്കേണ്ടത്
ട്രൂ ലെങ്ത്തിലാണ്. ഡെവലപ്മെന്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത് ട്രൂ ലെങ്ത്തിൽ കട്ട് ചെയ്യുന്ന പോയിന്റേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നെയിമിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് കട്ട് ചെയ്യുന്നെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ പഠിക്കാം. ഇത് പഠിക്കുന്ന മാത്രമല്ല, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് മൈ വീഡിയോ അപ്ഡേറ്റ്സ് ആസ് നോട്ടിഫിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ പ്ലീസ് ഷെയർ ദ വീഡിയോ ആൻഡ് എക്സ്പെക്ടിങ് വാല്യുബിൾ കമന്റ്സ് ഫ്രം യുവർ സൈഡ്.